Hello friends, welcome to SAT, St. Augustine Tuition Center, free education to all. Thank you. Please subscribe to our YouTube channel for new updates. And also visit staugustinetuition.blogspot.in. SSLC മാത്സിലെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികളിലെ പാർട്ട് 3 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, 1 2 3 1 2 3 അടുത്ത പദം 4 ഇങ്ങനെ പോകുന്നത് ഒരു സമാന്തര ശ്രേണിയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. ഈ സമാന്തര ശ്രേണിയിൽ ഞാനൊരു 3 പദങ്ങൾ എടുക്കുകയാണ്. അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന 3 പദങ്ങൾ കണ്ടോ. ഇവിടെ ഈ 3 പദങ്ങളിലെ ഈ ആദ്യത്തെ പദം എത്രയാണത്? 1 പ്ലസ് അവസാനത്തെ പദം 3 രണ്ടും കൂട്ടി. അത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ എനിക്ക് 4 കിട്ടി. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തു. അപ്പം എനിക്ക് ഉത്തരം 2 കിട്ടി. ഈ സംഖ്യയായിരിക്കും ഈ നടുവിൽ കിടക്കുന്നത്. കണ്ടോ, എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ ഒരു സമാന്തര ശ്രേണിയിൽ 3 പദങ്ങൾ എടുത്തു തൊട്ടടുത്തുള്ളത്. അതിനകത്ത് ആദ്യത്തെ പദവും മൂന്നാമത്തെ പദവും തമ്മിൽ കൂട്ടി. അപ്പം 4 കിട്ടി. എന്നിട്ട് 2 കൊണ്ട് ഹരിച്ചു. അതായത് അതിൻ്റെ പകുതി എടുത്തു. അപ്പം നമുക്ക് 2 ഉത്തരം കിട്ടി. വളരെ വലിയൊരു പ്രത്യേകത, ആ 2 എന്ന് പറയുന്നത് നമ്മളെടുത്ത 3 സംഖ്യകളിലെ നടുവിലത്തെ സംഖ്യയായിട്ടാണ് കിടക്കുക. ഇനി നമുക്ക് ഈ അവസാനത്തെ 3 സംഖ്യ എടുത്ത് നോക്കാം. 2 3 4. അപ്പോഴും ശരിയാവുമെന്ന് അറിയണമല്ലോ. 2 3 4. ഇതിനകത്ത് ആദ്യത്തെയും അവസാനത്തെയും ആദ്യത്തെയും മൂന്നാമത്തെയും 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 2ഉം 4ഉം 2 പ്ലസ് 4 സമം 6. അതിന്റെ പകുതി എടുത്ത് നോക്കൂ, എത്ര ആൻസർ കിട്ടി? 3. കണ്ടോ, അത് നടുവിലത്തെ പദമല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളെ കോമ ബി കോമ സി അങ്ങനെയാണെങ്കിൽ ഈ നടുവിലത്തെ പദം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് ഈ ആദ്യത്തെ പദം എ പ്ലസ് മൂന്നാമത്തെ പദം സി ഹരണം 2 ആയിരിക്കും. എപ്പോഴും അങ്ങനെയായിരിക്കും. ഒരു സമാന്തര ശ്രേണിയാണെങ്കിൽ നടുവിലത്തെ പദം എന്ന് പറയുന്നത് ആദ്യത്തെ പദത്തിനോട് മൂന്നാമത്തെ പദം കൂട്ടിയിട്ട് നമ്മൾ 2 കൊണ്ട് ഹരിക്കുന്നതായിരിക്കും. മനസ്സിലായോ? ക്ലിയർ? നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് നമ്പർ ഓഫ് an arithmetic sequence is 10. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ പദം 10 ആണ്. ആൻഡ് ദ തേർഡ് നമ്പർ is 24. വാട്ട് ഈസ് ദ സെക്കൻഡ് നമ്പർ? എന്താണ്? ഒരു സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ സംഖ്യ 10ഉം മൂന്നാമത്തെ സംഖ്യ 24ഉമാണ്. ഇതിലെ രണ്ടാമത്തെ സംഖ്യ എന്താണെന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായോ? എന്താണ് ചോദ്യം? ഫസ്റ്റ് നമ്പർ 10, സെക്കൻഡ് നമ്പർ നമുക്കറിയില്ല, തേർഡ് നമ്പർ എന്താണ്? 24. അപ്പോൾ 3 കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പറാണ്, തുടർച്ചയായിട്ടുള്ള നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പദം എന്തെന്ന് വെക്കണം? 10, മൂന്നാമത്തെ പദം 24. അപ്പോൾ നമ്മൾ 3 പദങ്ങൾ എ കോമ ബി കോമ സി അങ്ങനെ എടുത്താൽ അതിനകത്ത് ആദ്യം എയുടെ സ്ഥലത്ത് വരുന്നത് 10, ബിയുടെ സ്ഥലത്ത് നമുക്കറിയില്ല, സിയുടെ സ്ഥലത്ത് എത്രയാണ്? 24. നമുക്കറിയാം ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എ പ്ലസ് സി ബൈ 2. അതായത് നടുവിലത്തെ പദം കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 10 പ്ലസ് 24 ഹരണം 2. ഇപ്പം എത്ര കിട്ടും? 10 പ്ലസ് 24 ഇപ്പം എത്ര കിട്ടി? 34 ബൈ 2. എത്ര കിട്ടും ഉത്തരം? 17. മനസ്സിലായോ? ക്ലിയർ? ഇനി നമുക്കൊരു മാത്തമാറ്റിക്സിന്റെ ടേംസിലൊക്കെ പറഞ്ഞാൽ നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ സാധിക്കും. നോക്കിക്കോളൂ. ഇപ്പം നമുക്കറിയാം ആദ്യത്തെ സംഖ്യ 10. ഓക്കെ, ഈ നടുവിലത്തെ പദം എന്ന് പറയുന്നത് പൊതുവ്യത്യാസം കൂടുന്നതാണ് അല്ലെ? ഇതിനോട് നമ്മൾ ഒരു പൊതുവ്യത്യാസം കൂട്ടുമ്പോഴാണ് നടുവിലത്തെ പദം കിട്ടുന്നത്. നമുക്കറിയില്ല, അത് നമുക്ക് എക്സ് എന്നെടുക്കാം. എക്സ് അറിയാൻ പാടത്തിനൊക്കെ നമ്മൾ എക്സ് എന്നെടുക്കും. മൂന്നാമത്തെ പദം എന്താണ്? 24. ഇതൊരു സമാന്തര ശ്രേണി ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ അത് പഠിച്ചതാണ്. എന്താണ്? ആദ്യത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസവും മൂന്നാമത്തെ പദവും രണ്ടാമത്തെ പദവും തമ്മിലുള്ള വ്യത്യാസവും ഇതായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ പൊതുവ്യത്യാസം D1ഉം
ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താണ്? D2 ആണ്. ഓക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടും ഈക്വൽ ആയാലാണ് ഇതെന്താവുള്ളൂ, ഒരു AP അഥവാ സമാന്തര ശ്രേണി ആകുകയുള്ളൂ. നമുക്ക് D1 കാണാം. D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം കുറയ്ക്കണം. രണ്ടാമത്തെ പദം നമുക്ക് അറിയില്ല, നമ്മൾ x എന്ന് എടുത്തു. x മൈനസ് 10. ഓക്കെ, D2 എന്ന് പറഞ്ഞാലോ, D2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. അപ്പൊ എത്രയാണ്? 24 മൈനസ് x. ഇതൊരു സമാന്തര ശ്രേണിയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? D1ഉം D2ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇടതുവശത്ത് D1ഉം D2ഉം തുല്യമാണെങ്കിൽ വലതുവശത്തുള്ള x മൈനസ് 10ഉം 24 മൈനസ് x എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് അത് രണ്ടും ഇങ്ങനെ എഴുതാം. x മൈനസ് 10 തുല്യമാണ്, സമമാണ് 24 മൈനസ് x. ഇനി നമ്മൾ ചെയ്യേണ്ടത് x കണ്ടെത്തണം. അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ നമ്മൾ ഈ മൈനസ് എക്സ്, ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന മൈനസ് എക്സിനെ നമ്മൾ ഇപ്പുറത്തോട്ട് എടുത്തു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈനസ് എന്ന് പറയുന്ന ഒരാൾ സമത്തിന്റെ അപ്പുറത്തേക്ക് പോയാൽ അത് പോസിറ്റീവ് ആവും. പോസിറ്റീവ് ആണ് അപ്പുറം പോകുന്നതെങ്കിൽ നെഗറ്റീവ് ആവും. അപ്പൊ ഇവിടെ മൈനസ് ആണ്, മൈനസ് അപ്പുറം പോകുമ്പോൾ എന്താവും? പോസിറ്റീവ്. അപ്പൊ ഈ എക്സ് നമ്മൾ ഇപ്പുറത്തോട്ട് വരികയാണ്. അപ്പൊ ഇവിടെ ഉള്ളത് ആദ്യം നമുക്ക് എടുത്ത് എഴുതാം. ഉള്ളത് ഇവിടെ x മൈനസ് 10 ഉണ്ട്. സമം എത്രയാണ്? 24. ഇവിടെ കിടക്കുന്ന എക്സ് നേരെ ഇങ്ങോട്ട് വരും. അപ്പൊ അത് എക്സ് പ്ലസ്, കണ്ടോ? ഈ മൈനസ് എക്സ് ഇവിടെ വന്നപ്പോൾ എന്തായി? പോസിറ്റീവായി. ഇവിടെ പോസിറ്റീവായി. ഇനി ഇത് രണ്ടും കൂടിയും കൂട്ടാം. ഇത് രണ്ടും കൂടിയും കൂട്ടുമ്പോൾ എത്ര കിട്ടും? എക്സ് പ്ലസ് എക്സ് 2x. സോ 2x, കണ്ടോ? മൈനസ് 10 സമം 24, കണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2x സമം എന്തായിരിക്കും? 2x സമം 24 അവിടെ നിർത്തുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ മൈനസ് 10 അപ്പുറത്തേക്ക് കൊണ്ടുപോയി എന്തായി മാറും? അത് പ്ലസ് 10, കണ്ടോ? അപ്പൊ 2x സമം 24 പ്ലസ് 10, അതായത് എത്രയാണ്? 34. അപ്പോ x എന്തായിരിക്കും? 2x ആണ് 34. x എന്തായിരിക്കും? x സമം എന്താണ്? നമ്മളിവിടെ 2 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണ് x നെ. 2 ഇൻറ്റു x ആണ് 2x. അപ്പൊ ഈ ഇൻറ്റു ചെയ്തേക്കുന്ന സമത്തിന്റെ അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ എന്തായി മാറണം? ഹരണമായിട്ട് മാറണം. അപ്പൊ 34 ഡിവൈഡഡ് ബൈ 2. നമുക്ക് എന്ത് കിട്ടും? ആൻസർ 17. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെ കിട്ടും. എന്തിനാണ് സാർ ഇത് പറഞ്ഞത്? നമ്മളൊരു ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. നമ്മൾ എന്താ ചെയ്തത്? നടുവിലത്തെ പദത്തിന് നമുക്ക് അറിയില്ലാത്തതുകൊണ്ട് x എന്ന് എടുത്തു. എന്നിട്ട് രണ്ടാമത്തെയും ഒന്നാമത്തെയും പദത്തിന്റെ വ്യത്യാസം D1 എന്ന് എടുത്തു. മൂന്നാമത്തെയും രണ്ടാമത്തെയും പദത്തിന്റെ വ്യത്യാസം D2 എന്ന് എടുത്തു. സമാന്തര ശ്രേണി ആയതുകൊണ്ട് ഈ വ്യത്യാസങ്ങൾ സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ D1 സമമാണ് D2. അപ്പൊ D1ന്റെ റൈറ്റ് സൈഡ് വലതുവശത്ത് കിടക്കുന്നതും D2ന്റെ വലതുവശത്ത് കിടക്കുന്നതും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പൊ നമ്മൾ x മൈനസ് 10 24 മൈനസ് x എന്ന് എഴുതി. എന്നിട്ട് x നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ 2x മൈനസ് 10 24 എന്ന് കിട്ടി. അതിൽ നിന്ന് x കണ്ടെത്തി. ഓക്കെ, ഇനി ഇതേ രീതിയിൽ നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് നമുക്ക് കണ്ടെത്താം. നോക്കിക്കോളൂ. ഇപ്പൊ നമ്മൾ 3 സംഖ്യകൾ a, b, c 3 തുടർച്ചയായ സംഖ്യകളാണെന്ന് വിചാരിക്കും. ഇത് സമാന്തര ശ്രേണിയിലാണെങ്കിൽ പൊതുവ്യത്യാസം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് D1 കാണാം. D1 എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പൊ b മൈനസ് a. ക്വസ്റ്റ്യൻ നമ്പർ 1. D2 എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെ പദത്തിൽ നിന്ന് രണ്ടാമത്തെ പദം കുറയ്ക്കണം. എന്താണത്? c മൈനസ് b. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ഇത് സമാന്തര ശ്രേണിയാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന്റെ അർത്ഥം D1 സമമാണ് D2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ b മൈനസ് എ സമമാണെന്ത്? c മൈനസ് ബി. അപ്പൊ അങ്ങനെ എഴുതാം. b മൈനസ് എ സമമാണ് c മൈനസ് ബി. ഓക്കെ, ഇതിൽ നിന്ന് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ മൈനസ് ബിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അതെന്തായി മാറും? പോസിറ്റീവ് ബി. പിന്നെ ഇപ്പുറത്ത് ആര് കിടപ്പുണ്ട്? ഇവിടെ ലെഫ്റ്റ് സൈഡില് b മൈനസ് എ ഓൾറെഡി കിടപ്പുണ്ട്. സമം എന്താണ്? c. എന്താ ചെയ്തത്? നമ്മള് ഇത് അവിടെ തന്നെ നിർത്തി, ഇതിനെ അവിടെ തന്നെ നിർത്തി. എന്നിട്ട് ഈ ബീനെ എന്താണ്? ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ മൈനസ് ബി പ്ലസ് ബി ആയി. ഇനി രണ്ടുപേരും കൂടി കൂട്ടാം. ഇവ രണ്ടുപേരും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2b മൈനസ് എ സമം c കിട്ടും. കണ്ടോ? ഞാൻ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ എഴുതണേ, ഇവിടെ എഴുതണ ബാക്കി. അപ്പൊ ഇത് നമുക്ക് കിട്ടി 2b മൈനസ് എ സമം c. അപ്പൊ അതിൽ നിന്നും 2b is equal to
സി അവിടെ കിടന്നോട്ടെ, മൈനസ് എനെ നമ്മൾ പൊക്കിയെടുത്ത് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ മൈനസ് അപ്പുറം പോകുമ്പോൾ എന്താവും? പ്ലസ് ആവും. സി പ്ലസ് എ ഉണ്ടോ? അപ്പൊ 2b = ഒരു മെനക്ക് എഴുതാനായിട്ട് നമുക്ക് ആദ്യം എന്ത് എഴുതാം? സി പ്ലസ് എ എന്ന് പറഞ്ഞാൽ എ പ്ലസ് സി എന്ന് പറഞ്ഞാൽ രണ്ടും ഉത്തരം ശരിയാണ്. അപ്പൊ നമുക്ക് എ പ്ലസ് സി എന്ന് എഴുതാം. ഇപ്പൊ 1+2 എഴുതാലും 3, 2+1 എഴുതാലും 3. അപ്പൊ ഓർഡറിന് പ്രാധാന്യമില്ല. അപ്പൊ എ പ്ലസ് സി, സി പ്ലസ് എ തന്നെയാണ് എ പ്ലസ് സി, അതൊന്ന് മറിച്ച് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇതിന് ബി സമം എന്ത് കിട്ടും? എ പ്ലസ് സി, ഇവിടെ ഗുണിച്ചിരിക്കുന്ന 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താവും? ഹരണമാവും. ബി സമം എ പ്ലസ് സി ബൈ 2 കണ്ടോ? അപ്പൊ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ബി സമം എ പ്ലസ് സി ബൈ 2. Thank you. Please visit next part for